ഇന്നത്തെ താരം നമ്മുടെ ഞണ്ടാണ്. അപ്പം നമുക്ക് ഇവനെ ഒന്ന് ചെട്ടിനാട് സ്റ്റൈലിലൊരു കറി വെച്ചെടുക്കാവേ. ഈ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം കുരുമുളക് ജീരകം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇത് 1 കിലോയ്ക്കാണെങ്കിൽ ഒരു 200 ഗ്രാംസ് കൊച്ചുള്ളി മതി. പിന്നെ നല്ലൊരു ഇഞ്ചിയും വെളുത്തുള്ളി നല്ല പീസ് 1 സ്പൂൺ വെച്ചിട്ട് ജീരകവും പെരിഞ്ചീരകവും കുരുമുളകും 1 സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം പിന്നെ മല്ലിയിലയും കൂടെ ഉണ്ട്. അത് നമുക്ക് നല്ലതായിട്ട് എടുത്തു വെച്ചിരുന്ന എല്ലാം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കരിയാപ്പലയും കൂടെ ഇട്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഒന്ന് നല്ലതായിട്ട് അരച്ചെടുത്തത്. ചീനിച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കാരണം ക്രാബ് ഓൾറെഡി ചൂടല്ലേ. അപ്പം നല്ലെണ്ണ ബോഡി ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു സവാളയും ഒരു വലിയ സവാളയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിക്ക് അതോടെ ഞാൻ 2 പച്ചമുളകും കൂടെ ഇടവ കീറിയിട്ടിട്ട് അത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ചെറിയ തീയിൽ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഇത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാം. എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഭയങ്കര ടേസ്റ്റാണ് ഇത്. ഗ്രേവിക്ക് പ്രത്യേകിച്ച് വൈറ്റ് റൈസും ഉണ്ടെങ്കിൽ വേറെ നമുക്ക് കറി ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് കരിയാപ്പിലയുടെ ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന മസാല അതിനകത്തോട്ട് ഇട്ടിട്ട് ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഞാൻ ആ മസാല ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ട് പച്ചമണം പോണേ. അപ്പൊ നല്ല മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ക്രാബ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ജാറിനകത്ത് കുറച്ചുണ്ടായിരുന്നേ അരച്ച മസാലയുടെ വെള്ളവും കൂടെ ഇട്ട് ഉപ്പൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ആ ബാക്കിയിരുന്ന വെള്ളവും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിലിരുന്ന എന്താ അതിൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങണം. എന്നിട്ട് നമ്മൾ വാങ്ങാറാകുമ്പം ഒരു 4 തക്കാളിക്ക് അല്ലെങ്കിൽ 3 തക്കാളിക്ക് നടുവേ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് മല്ലിയിലയും കൂടെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ക്രാബ് കറി റെഡിയാവും. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവേ. നല്ല തിളച്ച് റെഡി ആവുന്നുണ്ട്. സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് പിന്നെ വേവിക്കാവേ. ഉപ്പൊക്കെ കറക്റ്റ് പരുവാണോ നോക്കണേ. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പം നമ്മുടെ ക്രാബ് ഒന്ന് നോക്കുവാണേ. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഉണ്ട്, അതോടെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. Like this video, so please like, share and subscribe. Bye bye.